ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്സാണ്. ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ്, അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് ഇവയൊക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മോൾ കൺസെപ്റ്റ് എന്താണ്, ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് എന്നിവ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് എന്താണ്, മോൾ കൺസെപ്റ്റിലെ ഇൻ്റർ കൺവേർഷൻസ് എങ്ങനെയൊക്കെ ചെയ്യാം, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയംസ്, ഇങ്ങനെ 5 ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 5 ലോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആറ്റംസിൻ്റെ കോമ്പിനേഷൻ നടന്നിട്ട് മോളിക്യൂൾസ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ ഈ 5 ബേസിക് ലോസ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫിലോസഫേഴ്സ് 5 ബേസിക് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് മാറ്റർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന്. ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന അറിയപ്പെടുന്ന തിയറിയിലൂടെ ആറ്റംസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, മാറ്ററിൻ്റെ കമ്പോസിഷൻ എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഡാൾട്ടൺ പറയുന്നത് എവറി മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എല്ലാ മാറ്ററും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ്. ഈ പാർട്ടിക്കിൾസിൻ്റെ പേരാണ് ആറ്റംസ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ആറ്റംസ് കനോട്ട് ബി ഫർദർ സബ് ഡിവൈഡഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാറ്ററിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ആറ്റത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം പറഞ്ഞത്. അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ മാസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വൈൽ ദി ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. അതായത് ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരേ എലമെൻറ്റിൻ്റെ 2 ആറ്റംസ് എടുത്താൽ അവർ എല്ലാ തരത്തിലും അവരുടെ എല്ലാ പ്രോപ്പർട്ടിയിലും അതുപോലെ തന്നെ മാസിലും അവർ സെയിം ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. അവരുടെ മാസ് സെയിം ആയിരിക്കും, അതുപോലെ തന്നെ അവർ കാണിക്കുന്ന പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. എന്നാൽ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ഡിഫറെൻ്റ് ആറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 2 ഡിഫറെൻ്റ് ആറ്റംസും അവയുടെ പ്രോപ്പർട്ടീസിലും ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ മാസിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റുലേറ്റിൽ അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ദ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ഇൻ സിമ്പിൾ റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു, അവർ സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റുലേറ്റ്. ദ മാസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ദ മാസസ് ഓഫ് കമ്പൈനിങ് ആറ്റംസ്. അതായത് ഏത് എലമെൻറ്റിൻ്റെ ആറ്റമാണോ ഈ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് ആ എലമെൻറ്റിൻ്റെ മാസ് ആയിരിക്കും ഈ ആറ്റത്തിൻ്റെ മാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയുമാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ പോസ്റ്റുലേറ്റും ശരിയായിരുന്നില്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു, അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ആറ്റംസ് കനോട്ട് ബി ഫർദർ സബ് ഡിവൈഡഡ് എന്നാണ്. ആറ്റംസിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ കൺസെപ്റ്റ് പ്രകാരം ആറ്റംസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ആറ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ കമ്പോണൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസ് പോലെയുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആണ്. ഇനി
ഈ പ്രോട്ടോൺസ് പോലത്തെ പാർട്ടിക്കിൾസും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്വാർട്സ് പോലത്തെ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് അല്ലേ. അപ്പോൾ ആറ്റംസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ ഒരു കൺസെപ്റ്റ്. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞതുപോലെ ആറ്റംസ് ഇൻഡിവൈസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ അവർ പ്രോപ്പർട്ടീസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ അവർ മാസിലും പ്രോപ്പർട്ടീസിലും സെയിം ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്കറിയാം ഒരേ എലമെൻറ്റിന് തന്നെ ഡിഫറെൻ്റ് മാസുള്ള ആറ്റംസ് ഉണ്ടാവാം അല്ലേ. ഐസോടോപ്സിനെ കുറിച്ച് നമുക്കറിയാം. ഒരേ എലമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻ്റ് മാസുള്ള ആറ്റംസിനാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഐസോടോപ്സിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് അല്ലേ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം എന്ന് പറയുന്ന 3 ഐസോടോപ്സിലാണ് ഹൈഡ്രജൻ കാണപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള സെയിം എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ അവയുടെ മാസസ് സെയിം ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റും അതൊരു മിസ്കൺസെപ്റ്റാണ് എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐസോടോപ്സിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ അടുത്ത ഒരു കൺസെപ്റ്റാണ് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ആൻഡ് നോർ ഡെസ്ട്രോയിഡ്. ആറ്റത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ, ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ എന്നും സാധിക്കില്ല എന്നതും അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിലെ ഒരു പോസ്റ്റുലേറ്റ് ആയിരുന്നു. ഇനി ആറ്റംസിനെയും മോളിക്യൂൾസിനെയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം അല്ലേ. ആറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ് ദാറ്റ് ടേക്സ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. സ്വന്തമായി നിലനിൽക്കാൻ കഴിയാത്ത എന്നാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. മോളിക്യൂൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ നമുക്ക് കിട്ടിയാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. മാറ്ററിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി അറ്റോമിക് മാസ് അതുപോലെ തന്നെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ള 2 ടേംസ് നമുക്ക് പരിചയപ്പെടാം അല്ലേ. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് അല്ലെങ്കിൽ ഗ്രാമിലാണ്. ഇനി അറ്റോമിക് മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് കാർബൺ 12 ആണ്. കാർബൺ 12ൻ്റെ ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിന് എത്ര മാസ് ഉണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടോ അതിനാണ് നമ്മൾ 1 AMU എന്ന് പറയുന്നത്. നമ്മൾ അറ്റോമിക് മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് കാർബൺ 12 ആറ്റത്തെയാണ്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ 12 പാർട്സ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിൻ്റെ മാസിനാണ് നമ്മൾ 1 AMU എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റിൻ്റെ മാസിനെ നമ്മൾ കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 16 AMU ആണ്. 16 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് ഓക്സിജൻ്റെ മാസ്. ഈ 16 AMU എന്നതിനെ നമ്മൾ കാർബൺ 12ൻ്റെ 1/12 പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 16 AMU ഡിവൈഡഡ് ബൈ കാർബൺ
കാർബൺ 12ൻ്റെ മാസ് എന്ന് പറയുന്നത് 12 AMU ആണ്. അതിൻ്റെ 1/12 പാർട്ട് എന്ന് പറയുന്നത് 1 AMU ആണ്. 16 ആണ് ഓക്സിജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മോളിക്യൂൾസിന് നമുക്ക് അവയുടെ കമ്പൈനിങ് ആറ്റംസിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് എന്നും ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾസിലുള്ള കമ്പൈനിങ് ആറ്റംസ് സെയിം ആണെങ്കിൽ അത്തരം മോളിക്യൂൾസിനാണ് നമ്മൾ ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ H2 എന്ന് പറയുന്ന മോളിക്യൂള് ഒരു ഹോമോ അറ്റോമിക് മോളിക്യൂളാണ്. അതുപോലെ O2 ഒരു ഹോമോ അറ്റോമിക് മോളിക്യൂളാണ്. അതിലുള്ള 2 ആറ്റംസും ഓക്സിജൻ്റെ ആറ്റംസ് തന്നെയാണ് അല്ലേ. അതുപോലെ Cl2 എന്ന് പറയുന്നതും ഒരു ഹോമോ അറ്റോമിക് മോളിക്യൂളാണ്. അതിലുള്ള കമ്പൈനിങ് ആറ്റംസ് എന്ന് പറയുന്നത് ക്ലോറിൻ തന്നെയാണ്. ഇനി ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സിൻ്റെ മോളിക്യൂൾസിനാണ് നമ്മൾ ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. അതിലുള്ള ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള എലമെൻസിൻ്റെ മോളിക്യൂൾസിനാണ് നമ്മൾ ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ മോളിക്യൂൾസിനാണ് നമ്മൾ ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. NH3 മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾ ആണല്ലേ. അതിൽ നൈട്രജൻ്റെ ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ആറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ H2O ഒരു ഹെറ്ററോ അറ്റോമിക് മോളിക്യൂളാണ്. CH4ഉം ഒരു ഹെറ്ററോ അറ്റോമിക് മോളിക്യൂളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവയെല്ലാം കോമ്പൗണ്ട്സിൻ്റെ മോളിക്യൂൾസാണ്. ഇനി എന്താണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള എല്ലാ ആറ്റംസിൻ്റെയും അറ്റോമിക് മാസ് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ആൻഡ് ആഡിങ് ദം ടുഗദർ. ഒരു മോളിക്യൂളിലുള്ള എല്ലാ ആറ്റംസിൻ്റെയും അറ്റോമിക് മാസിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് മോളിക്കുലർ മാസ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിലുള്ള ആറ്റംസാണ് കാർബണും അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റംസും അല്ലേ. ഇവിടെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ 2 ഓക്സിജൻ ആറ്റംസ് ഉള്ളതുകൊണ്ട് 2 × 16 എന്ന് പറയാൻ പറ്റും അല്ലേ. ഇത് നമ്മൾ ആഡ് ചെയ്താൽ 32 + 12 എന്ന് കിട്ടും അല്ലേ, ഈക്വൽ ടു 44 എന്ന് കിട്ടും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 44 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ? മോളിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം അല്ലേ. എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി ആറ്റംസ്, molecules, ions, electrons or any other elementary entities as there are carbon atoms in exactly 12 gram of carbon 12. The number of atoms in 12 gram of carbon 12 is called Avogadro's number. കാർബൺ 12ൻ്റെ 12 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 12 ഗ്രാമിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിന് നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയേൺസ് ആവാം, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആവാം, എന്തും ആവാം. അതായത് കാർബൺ 12ൻ്റെ 12 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ, കാർബൺ 12 എന്ന് പറഞ്ഞാൽ 12 അറ്റോമിക് മാസ് ഉള്ള കാർബൺ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കാർബൺ 12ൻ്റെ 12 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 12 ഗ്രാമിലുള്ള ആറ്റംസ് എത്രയാണോ അത്രയും എണ്ണം പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു സബ്സ്റ്റൻസിന് നമ്മൾ 1 മോൾ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. കാർബൺ 12ൻ്റെ 12 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കാർബൺ 12ൻ്റെ 12 ഗ്രാമിലുള്ള ആറ്റംസിന് ഒരു എണ്ണം ഉണ്ടാവും അല്ലേ. ആ എണ്ണത്തിൻ്റെ സെയിം നമ്പർ അല്ലെങ്കിൽ അത്രയും നമ്പർ പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. കാർബൺ 12ൻ്റെ 12 ഗ്രാം നമ്മൾ എടുത്തു, എന്നിട്ട് അതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് നമ്മൾ എണ്ണി നോക്കി. അത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഏത് സബ്സ്റ്റൻസിനെ നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഈ പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആവാം, പ്രോട്ടോൺസ് ആവാം, അതുപോലെ തന്നെ മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആകാം, എന്തുമാവാം.
പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ പറയും 1 മോൾ ഇലക്ട്രോൺസ് എന്ന് പറയും. പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ആണെങ്കിൽ 1 മോൾ പ്രോട്ടോൺസ് എന്ന് പറയും. പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ 1 മോൾ മോളിക്യൂൾസ് എന്ന് പറയും. പാർട്ടിക്കിൾസ് ആറ്റംസ് ആണെങ്കിൽ 1 മോൾ ആറ്റംസ് എന്ന് പറയും. ഇങ്ങനെ ഈ കാർബൺ 12ൻ്റെ 12 ഗ്രാമിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം പാർട്ടിക്കിൾസ് ഉള്ള ഏത് സബ്സ്റ്റൻസിനെ നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് നമ്മൾ 1 മോൾ സബ്സ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ 12 ഗ്രാം കാർബൺ 12ലെ ആറ്റംസിൻ്റെ എണ്ണം നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ അത് 6.022 ഇൻറ്റു 10⁻23 എന്ന നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഇത്രയും എണ്ണമായിരിക്കും ഈ കാർബൺ 12ൽ ഉണ്ടായിരിക്കുന്ന ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഈ കാർബൺ 12ൻ്റെ 12 ഗ്രാമിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23ക്ക് ഈക്വൽ ആയിരിക്കും. ഈ നമ്പറിനെയാണ് നമ്മൾ അവഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ അവഗാഡ്രോസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? ദ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് കാൾഡ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഈ 16നെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 16 ഗ്രാം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഈ 16 ഗ്രാമിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. 12 നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 12 ഗ്രാം എന്ന് പറയാം. 12 ഗ്രാം എന്ന് പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. ഇതുപോലെ നമുക്ക് എല്ലാ എലമെൻസിനും ഗ്രാം അറ്റോമിക് മാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. നമ്മൾ അവഗാഡ്രോസ് നമ്പർ ഓഫ് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസും ഈ ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ അവഗാഡ്രോസ് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആയിരിക്കും. 16 ഗ്രാം ആണ് ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. ഓക്സിജൻ്റെ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മാസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ മാസ് എന്ന് പറയുന്നത് ഈ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 ഗ്രാമിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 മോൾ ആറ്റംസ്. 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് എന്ന് പറയുന്നത് 1 മോൾ ആറ്റംസ് ആണ്. അപ്പോൾ 1 മോൾ ആറ്റംസിൻ്റെ മാസ് എന്ന് പറയുന്നതും ഈ ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 ഗ്രാം ആറ്റം ഓഫ് ദി എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ 1 ഗ്രാം ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസും ഈ ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് ഗ്രാം മോളിക്കുലർ മാസിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കാൾഡ് ദി ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. മോളിക്കുലർ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ H2O എടുക്കാം അല്ലേ? H2Oയുടെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18 ആണ്. ഈ 18 നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ 18 ഗ്രാം എന്ന് കിട്ടുന്നു. ഈ 18 ഗ്രാമിനാണ് നമ്മൾ വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അത്രയും മോളിക്യൂൾസിൻ്റെ അവഗാഡ്രോസ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിൻ്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ മാസ് എന്ന് പറയുന്നത് ഈ വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലർ മാസിന് അതായത് 18 ഗ്രാമിന് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 മോൾ മോളിക്യൂൾസ്. അവഗാഡ്രോസ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ 1 മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ അവഗാഡ്രോസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എടുത്തിട്ട് അതിൻ്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ മാസും ഈ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും. അതായത് 18 ഗ്രാം ആയിരിക്കും ഇത്രയും മോളിക്യൂൾസിൻ്റെ മാസ് എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 gram മോളിക്യൂൾ. 1 gram മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 1 mol മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനാണ് നമ്മൾ 1 gram മോളിക്യൂൾ എന്ന് പറയുക. ഈ 1 gram മോളിക്യൂളിൻ്റെ മാസും ഈ ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗ്രാം അറ്റോമിക് മാസിനെയും ഗ്രാം മോളിക്കുലാർ മാസിനെയും വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഒന്നുകിൽ നമുക്ക് പറയാം ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അറ്റോമിക് മാസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് 6.022 × 10⁻23 ആറ്റംസിൻ്റെ മാസിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1 mol ആറ്റംസിൻ്റെ മാസിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് 1 gram ആറ്റം ഓഫ് എലമെൻറ്റിൻ്റെ മാസിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്നും ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഗ്രാം അറ്റോമിക് മാസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മോളിക്യൂളിൻ്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾസിൻ്റെ മാസിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാം. അതുമല്ലെങ്കിൽ 1 mol മോളിക്യൂൾസിൻ്റെ മാസിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ 1 gram മോളിക്യൂളിൻ്റെ മാസിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഗ്രാം അറ്റോമിക് മാസിനെയും ഗ്രാം മോളിക്കുലാർ മാസിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ്? അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് പറയുന്നത് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള എല്ലാ ഗ്യാസും കണ്ടെയ്ൻ ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും എന്നാണ് അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ദിസ് ലോ ഹെൽപ്ഡ് ടു റിമൂവ് അനോമലി ബിറ്റ്വീൻ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ആൻഡ് ഗേ-ലുസാക്സ് ലോ ഓഫ് വോളിയംസ് ബൈ മേക്കിംഗ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ അദ്ദേഹം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. മോളിക്യൂൾ എന്നുള്ള ടേം ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ മോളിക്യൂൾസും ആറ്റംസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ തമ്മിലുള്ള ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഈ അവഗാഡ്രോസ് ഹൈപ്പോത്തസിസിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഹൈഡ്രജനും ഓക്സിജനും പോലത്തെ ഗ്യാസസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡൈ അറ്റോമിക് ആയിട്ടാണ്, അല്ലെങ്കിൽ 2 ആറ്റംസ് കൂടി ചേർന്നിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു ഡിറ്റർമൈൻ ദി മോളിക്കുലാർ വെയ്റ്റ്സ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് കൂടി ഈ അവഗാഡ്രോസ് ഹൈപ്പോത്തസിസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസിലുള്ള എല്ലാ ഗ്യാസസും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നാണ് അവഗാഡ്രോ അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസിലൂടെ പറഞ്ഞത്. ഈ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലൈറ്റസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. 0.2 mol ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്, 6.023 × 10⁻22 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ, 0.1 gram ഓഫ് സിൽവർ, 0.1 mol ഓഫ് ഓക്സിജൻ ഗ്യാസ്, 1 gram ഓഫ് വാട്ടർ. ആദ്യത്തെ ഓപ്ഷൻ 0.2 mol ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലേ. 0.2 mol ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 0.2 mol ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 0.2 × 2 gram ആണെന്ന് പറയാം അല്ലേ. 1 mol ഓക്സിജൻ ആണെങ്കിൽ 2 gram ആയിരിക്കും അതിൻ്റെ വെയിറ്റ്. ഇനി 0.2 ആയതുകൊണ്ട് 0.2 × 2 gram എന്ന് പറയാം, ഈക്വൽ ടു 0.4 gram എന്ന് കിട്ടും അല്ലേ. അതുപോലെ 6.023 × 22 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ അല്ലേ. 1 mol മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും അല്ലേ. നൈട്രജൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 28
8 gram ആണ്. അപ്പോൾ 1 mol മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ഗ്യാസിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 28 gram ആയിരിക്കും. ഇനി ഇവിടെ 1 mol ഇല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 6.022 ഇൻറ്റു 10⁻22 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ്റെതാണ്. ഇവിടെ 6.023 ഇൻറ്റു 10⁻22 മോളിക്യൂൾസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.8 gram എന്ന് നമുക്ക് പറയാം. ഇനി 0.1 gram ഓഫ് സിൽവർ ആണ് അടുത്തത് അല്ലേ. അതുപോലെ 0.1 mol ഓഫ് ഓക്സിജൻ ഗ്യാസ്. 1 mol ഓക്സിജൻ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 32 grams ആയിരിക്കും. 32 grams ആയിരിക്കും. ഇവിടെ 0.1 mol ഓക്സിജൻ ഗ്യാസ് ആയതുകൊണ്ട് 3.2 grams എന്ന് പറയാം. ഇനി 1 gram ഓഫ് വാട്ടർ ആണ് അല്ലേ. അടുത്ത ഓപ്ഷനിലുള്ളത് 1 gram ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ചെറിയ വെയിറ്റ് എന്ന് പറയുന്നത് 0.1 gram സിൽവർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഗ്രാം ഓഫ് ഓക്സിജൻ ഇൻ 32.2 gram Na2SO4 10H2O. ഓപ്ഷൻസ് 20.8, 22.4, 2.24, 2.08 അല്ലേ. ഇവിടെ Na2SO4ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം നമുക്ക് Na2SO4 10H2Oൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. ഇനി 2 സോഡിയം ആറ്റംസ് ഉള്ളതുകൊണ്ട് 23 ഇൻറ്റു 2 എന്ന് എഴുതാം. അതുപോലെ സൾഫറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 32 ആണ്. ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. 4 ഓക്സിജൻ ആറ്റംസ് ഉള്ളതുകൊണ്ട് 4 ഇൻറ്റു 16 എന്ന് എഴുതാം അല്ലേ. അതുപോലെ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. 10 വാട്ടർ മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് 180 എന്ന് എഴുതാം. ഇത് ആഡ് ചെയ്താൽ 322 grams എന്ന് കിട്ടും അല്ലേ. അപ്പോൾ Na2SO4 10H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് 322 grams ആണ്. ഈ കോമ്പൗണ്ടിൽ ടോട്ടൽ 14 ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത് അല്ലേ. 14 ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത്. 14 ഓക്സിജൻ ആറ്റംസിൻ്റെ മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 14 ഇൻറ്റു 16 ഈക്വൽ ടു 224 ആണ് അല്ലേ. അപ്പോൾ 322 gram ഓഫ് Na2SO4 10H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 224 ആണ്. അങ്ങനെയാണെങ്കിൽ 32.2 gram കോമ്പൗണ്ടിൽ 22.4 gram ഓക്സിജൻ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് അവഗാഡ്രോ നമ്പർ Na is changed from 6.022 into 10⁻23 per mole to 6.022 into 10⁻20 per mole, this would change the definition of mass in units of grams, the mass of 1 mole of carbon, the ratio of chemical species to each other in a balanced equation, ratio of elements to each other in a compound. ഇവിടെ അവഗാഡ്രോ നമ്പർ നമ്മൾ 6.022 ഇൻറ്റു 10⁻23 എന്നതിൽ നിന്ന് 10⁻20 ആക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ചാണ് വരിക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ ഓപ്ഷൻ മാസിൻ്റെ ഡെഫിനിഷൻ മാറുമെന്നാണ് പറയുന്നത്, അതുണ്ടാവില്ല അല്ലേ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ മാസ് ഓഫ് 1 mole ഓഫ് കാർബൺ ചേഞ്ച് ചെയ്യും അല്ലേ. മാസ് ഓഫ് 1 mole ഓഫ് കാർബൺ തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യും. കാരണം അവഗാഡ്രോസ് നമ്പർ ചേഞ്ച് ചെയ്താൽ 1 മോളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യും. സ്വാഭാവികമായിട്ടും ടോട്ടൽ മാസും ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടാമത്തതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ എന്താണ് ആറ്റംസ്, മോളിക്യൂൾസ് എന്താണ്, ഗ്രാം അറ്റോമിക് മാസിനെയും ഗ്രാം മോളിക്കുലർ മാസിനെയും എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അതുപോലെ മോൾ എന്ന് പറയുന്നത് എന്താണ്, അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ് എന്താണ്, ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ പോസ്റ്റുലേറ്റ്സ് എന്താണ്,
ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ടോപ്പിക്ക് നന്നായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. താങ്ക്